ഹായ്, നിങ്ങളൊക്കെ വല്ലതും അറിഞ്ഞോ? ഞാനറിഞ്ഞു. കാര്യം അടുത്ത ലിസ്റ്റിൽ പേരുണ്ട്, ഉടനെ ഏതാണ്ടൊക്കെ നടക്കും എന്നൊക്കെയാ അറിഞ്ഞത്. എന്താണ് ഇങ്ങനെ പറയുന്നതെന്നല്ലേ ഒരു സംശയം ഇപ്പോൾ തോന്നിയത്. സ്വാഭാവികം. കാര്യം അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിരിച്ച് ചിരിച്ച് മരിക്കും. മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നത് ഒരു വല്ലാത്ത ഫീലാണെന്ന് ഏതോ ഒരു മഹാകവി ഏതോ ഒരു യാത്ര പോയപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അതല്ല, കളി മാറി. വഴി മാറി. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ മഞ്ചേശ്വരം, കാസർഗോഡ്, പത്തനംതിട്ട വഴി വയനാട് എന്നൊക്കെ ആയി എന്നാ കേൾക്കുന്നത്. തോൽവികളേറ്റുവാങ്ങാൻ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. പൊളിഞ്ഞു, ക്ലൈമാക്സ് പൊളിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യമേ തന്നെ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അതും മതിയായിരുന്നേ. ഇതിപ്പോ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കടുങ്കൈക്ക് തയ്യാറായതെന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. അതും ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഇമ്മിണി ധൈര്യം വേണം. പിന്നെ ജിയെ സംബന്ധിച്ചിടത്തോളം ധൈര്യം ഹെലികോപ്റ്റർ ആണെന്ന് ജിയെ അറിയാവുന്നവർക്കറിയാം. എന്നാലും പാർട്ടി കേന്ദ്ര നേതൃത്വം എന്നെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വരട്ടെ, അല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരിക്കലും ജിക്ക് കഴിയില്ലായിരുന്നു. എല്ലാം നല്ലതിനാവട്ടെ. എന്തായാലും ഇത്രയ്ക്ക് ധൈര്യം കാട്ടിയ സ്ഥിതിക്ക് ഇനി കേരളത്തിൻ്റെ ആകാശം ഫ്ലൈറ്റ് കൊണ്ട് വീണ്ടും അല്ല, ഈ ഹെലികോപ്റ്ററുകൾ കൊണ്ട് നിറയുമായിരിക്കും അല്ലേ? അതുപോട്ടെ, എല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ കേന്ദ്ര നേതൃത്വം പറഞ്ഞപ്പോൾ തന്നെ കയറി ഏറ്റത് എന്നാണ് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയേണ്ടത്. പൂർണ്ണ സന്തോഷത്തോടു കൂടി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ നകാരാത്മകമായ രാഷ്ട്രീയത്തിനെതിരായി, വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ അവസരം തന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാജിയോടും പാർട്ടി അധ്യക്ഷൻ ശ്രീ JP നഡ്ഡാജിയോടും സംഘടനാ സെക്രട്ടറി ശ്രീ BL സന്തോഷിയോടുമുള്ള എൻ്റെ നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ആദ്യം എന്തായാലും നന്നായി. നേരത്തെ തന്നെ നന്ദി പറയാനുള്ള അങ്ങയുടെ മനസ്സിൻ്റെ വലിപ്പത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. പക്ഷേ അങ്ങനെ അല്ലല്ലോ ഒരു കരക്കമ്പിയൊക്കെ കേൾക്കുന്നത്. അത് പിന്നെ പറയാം. അല്ല, ഈ വയനാട് ഒരു പണിയാകുമെന്നാണല്ലോ പൊതുവെ കേൾക്കുന്നത്. BJPക്ക് പ്രത്യേകിച്ച് വയനാടൻ കാറ്റും തണുപ്പും അത്ര പിടിക്കാൻ സാധ്യതയില്ല. അവിടെ പൊതുവെ അടിക്കുന്നത് ഒരു ഐക്യമുന്നണി കാറ്റാണ്. അതൊക്കെ അറിയാവോ? വയനാട് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു മണ്ഡലമാണ്. ഞാൻ എൻ്റെ പൊതുജീവിതം ആരംഭിച്ചത് തന്നെ വയനാട്ടിൽ നിന്നാണ്. വയനാട് ജില്ലയിൽ യുവമോർച്ച പ്രസിഡൻ്റ് ആയിക്കൊണ്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെൻ്റെ മണ്ണാണ്. അത്രയ്ക്കൊക്കെ വലിയ ബന്ധങ്ങളിലേക്ക് പോണോ മല്ലയ്യ? എന്തായാലും കേന്ദ്രം പറഞ്ഞു, പൊതുവെ അനുസരണാശീലമുള്ള ജി അത് അനുസരിച്ചു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഇവിടെ മത്സരിക്കുന്നവരൊക്കെ ദേശീയ നേതാക്കന്മാരാണ്. അതറിയുമോ? ഒരാൾ രാജ്യം മുഴുവൻ നടന്ന് ജോഡോ യാത്ര നയിച്ച മനുഷ്യൻ, മൃഗീയ ഭൂരിപക്ഷം എന്ന് കേട്ടിട്ടുണ്ടോ? അതുമായിട്ടാ പുള്ളി ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയത്. മറ്റൊരാൾ ആനി രാജ, അവരും ദേശീയ നേതാവാണ്. ഇവരൊക്കെയാണ് വയനാട്ടിൽ ഇക്കുറി അംഗത്തിനുള്ളത്. അവരെക്കുറിച്ച് ജിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ അണികൾക്ക് ബാക്കിയുള്ള പണി അങ്ങോട്ട് തുടങ്ങാമായിരുന്നു. അവർ ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. എനിക്ക് ഇവിടെ പെർമനൻ്റ് വിസയാണ്. അദ്ദേഹം ഈ പെർമനന്റ് വിസയുമായി നടന്നിട്ട് ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങൾ അടുപ്പിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ ഇതുവരെ. മോദിയുടെ ഗ്യാരണ്ടി. അത് ശരി, അവരൊക്കെ ടൂറിസ്റ്റുകാരാണ്, സ്വാഭാവികം. പത്തനംതിട്ടയും സ്വന്തം മണ്ണായിരുന്നല്ലോ ജിക്ക്, അല്ലേ? കാസർഗോഡും മഞ്ചേശ്വരവും സ്വന്തം മണ്ണായിരുന്നല്ലോ. അതെ. എന്തായാലും പെർമനന്റ് വിസ എന്ന പ്രയോഗം ഇഷ്ടമായി. വയനാട്ടുകാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചു എന്ന് തോന്നുന്നു. ജിയുടെ നാക്ക് പൊന്നാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ അങ്ങോട്ട് മനസ്സിലാകും. ഒരു പ്രസീത അഴീക്കോടിനെ അറിയുമോ? അതെ, CK ജാനു, തിരുവനന്തപുരത്തെ മുറി, 10 ലക്ഷം രൂപ, അങ്ങനെ എന്തെല്ലാമോ കളികൾ.
ഹെലികോപ്റ്റർ എന്നോ പെട്ടി എന്നോ നിങ്ങൾ നോക്കുന്നു, നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. അങ്ങനെ എന്തെല്ലാമോ കാത്തിരുന്ന് കാണുക തന്നെ. എന്തായാലും വലിയൊരു അവസരം തന്നെയാണ് ജിക്ക് ലഭിച്ചത്. 2 ദേശീയ നേതാക്കളെ വിരട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരു വലിയ കേരള വർമ്മ പഴശ്ശി തമ്പുരാനെ പോലെ ധൈര്യശാലി ആയിരിക്കണമല്ലോ, അല്ലാതെ പറ്റില്ല. ഇനിയിപ്പോൾ ജി അറിയാതെ ജിയും ദേശീയ നേതാവായി കാണുമോ? അതിനാണോ ഇങ്ങനെ ഒരു അങ്കത്തട്ടിലേക്ക് ജിയെ ഇറക്കിയിരിക്കുന്നത്? വിജയിച്ചു വരും. വീര കേരളവർമ്മ പഴശ്ശി തമ്പുരാൻ്റെ യുദ്ധം കണ്ടിട്ടുള്ള ഒരു നാടാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയ പഴശ്ശി രാജാവിൻ്റെ മണ്ണിലേക്കാണ് ഞങ്ങൾ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം വയനാട്ടിൽ കാഴ്ചവെക്കും. ജനവിശ്വാസം ആർജിച്ച് മുമ്പോട്ട് പോകും. നരേന്ദ്രമോദിജിയാണ് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതാ ശത്രുവിന്റെ കഴുത്തു നോക്കി വെട്ട, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. മോദിയുടെ ഗ്യാരണ്ടി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കിടുകിട വിറപ്പിച്ച ആളാണ് പഴശ്ശിരാജ. അത് ചരിത്രത്തിൽ വേറെയും, അതായത് ഈ സവർക്കറെ കുറിച്ചും പാണന്മാർ പാടി നടക്കുന്നുണ്ട്. ഒടുവിൽ മാപ്പ് പറയേണ്ടി വരരുത്. ജി മാപ്പ് പറഞ്ഞാൽ പിന്നെ പിടിച്ചാക്കിട്ടില്ല. എന്തായാലും മോദിജി തന്നെ ജിയെ ഇങ്ങനെയൊരു കടുങ്കൈക്ക് ഇറക്കിയതിന് പിന്നിൽ വേറെ എന്തെല്ലാമോ നാട്ടുകാർ പറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ നുണക്കുറുപ്പിനെ പോലുള്ള അസൂയാലുക്കൾ. ജിയെ ഒതുക്കാനുള്ള നീക്കമാണ് മോദി നടത്തിയിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലും കൂടി തോറ്റാൽ പിന്നെ കാവിലെ ഉത്സവത്തിലുള്ള മത്സര പരിപാടികളെല്ലാം അവസാനിപ്പിക്കാനാണ് അത്രേ തീരുമാനം. പിന്നെ തന്നെയുമല്ല, നാട് നീളെ ഓടി നടന്നുള്ള വെറുപ്പിക്കൽ അവസാനിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ടുചെന്ന് പെടുത്താനായിരുന്നു അത്രേ കേന്ദ്ര നേതൃത്വം പ്ലാൻ ചെയ്തതെന്നും കേൾക്കുന്നുണ്ട്. പൊതുവെ കേരളത്തിൽ ആകെയുള്ള ഒരു താരപ്രചാരകൻ ജി മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താകുമോ എന്തോ. ഇനി ആകെയുള്ള അധ്യക്ഷ സ്ഥാനം കൂടി ഉടനെ പോകുമെന്നും ചില കരക്കമ്പിയൊക്കെ ഉണ്ട്. അല്ല, അത് നിങ്ങൾ കാണാൻ, നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. മോദിയുടെ ഗ്യാരണ്ടി. അത് തന്നെ, ഇതൊക്കെയാണ് ഗ്യാരണ്ടി വേണ്ടത്. പൊതുവെ ഈ കേരളത്തിലുള്ളവർ കരുതിയത് എന്താണെന്ന് അറിയുമോ? ജി ഇനിയും തോൽക്കാനുള്ള മടി കൊണ്ട് ഇത്തവണ മത്സരിക്കുന്നില്ല എന്നൊക്കെയാണ്. ഈ പാൺമാരെ കൊണ്ട് തോറ്റതേ അങ്ങനെ വല്ല പേടിയും ഉണ്ടായിരുന്നോ ആവോ? എന്തെങ്കിലും ആവട്ടെ, കാര്യം ഇത്തവണ വയനാട് കൂടി തോറ്റാൽ പിന്നെ തെക്കും വടക്കും കിഴക്കും തോൽക്കുന്ന റെക്കോർഡ് കൂടി ജിക്ക് സ്വന്തമാവും. പിന്നെ പടിഞ്ഞാറ് മാത്രമേ ഉള്ളൂ. അവിടെ ആകട്ടെ അറബിക്കടലുമാണ്. ഞാൻ ആദ്യം മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാടായിരുന്നു എടുത്തത്. അതുകൊണ്ട് ആദ്യത്തെ തീരുമാനത്തെ അവർ അംഗീകരിച്ചു. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ വേണം എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനാണ്. പാർട്ടി എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്ന ഒരു ശീലം മാത്രമേ ഉള്ളൂ. BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ എന്താ? അത് അവരുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ. അദ്ദേഹം അവിടെ പോയി മത്സരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വിധി അതാണ്, അവിടെ പോയി മത്സരിക്കാൻ. അദ്ദേഹം എവിടെ മത്സരിച്ചാലും ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മോദിയുടെ ഗ്യാരണ്ടി. ഇനിയിപ്പോൾ ആ ഹെലികോപ്റ്റർ കൂടി എടുത്തോളൂ എന്ന് പറയാൻ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ പണിയും കിട്ടിയല്ലോ. ജി ഈ പറഞ്ഞ സതീശേട്ടൻ ഒരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഈ സമയത്ത് ആപ്ലിക്കബിൾ ആണ്. ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ആളുകൾ വീടുകൾ കയറുമ്പോൾ ആളുകൾ പണം തരാൻ തയ്യാറാണ്. സ്ക്വാഡ് പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളോട് എന്തൊരു ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. BJP എന്ന് പറയുന്ന ദേശീയ ഭരണകൂടം, അവർ നേതൃത്വം നൽകുന്ന ഭരണകൂടം. അതുകൊണ്ട് 50 രൂപയും 100 രൂപയും 200 രൂപയൊക്കെ പാവങ്ങളടക്കമുള്ള ആളുകൾ സ്ക്വാഡ് കയറുന്ന UDF പ്രവർത്തകർക്ക് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ തെണ്ടി കുത്തുവാള എടുത്തു എന്ന്. അതുപോട്ടെ, കാര്യം മനസ്സിലായാൽ മതിയല്ലോ. പോയി ജയിച്ചു വരൂ എന്ന് പറഞ്ഞാൽ അത് കടന്ന കൈ ആയിപ്പോവും എന്നുള്ളത് കൊണ്ട് തൽക്കാലം പോരാടി വരൂ എന്ന് പറയാനേ കഴിയൂ. പിന്നെ പഴശ്ശിരാജയുടെ ഗറില്ല യുദ്ധമുറയുമായി വയനാടിൻ്റെ സ്വന്തം CK ജാനു അവിടെയൊക്കെ ഉണ്ട് എന്നും ഓർത്തോണം. പിന്നെ അത് മാത്രവുമല്ല, 240 കേസിൻ്റെ കാര്യം കൂടി, വെറുതെ അല്ല, ക്രിമിനൽ കേസിൻ്റെ കാര്യം കൂടി മറക്കണ്ട. അല്ല, സത്യത്തിലേ ഈ സുരേന്ദ്രേട്ടാ, ഇതൊക്കെയാണ് കേസ് കെട്ട് എന്ന് പറയുന്നത്. എന്നാ പിന്നെ പോരാടി വരും. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ.